അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. 24 മണിക്കൂർ പിന്നിടുമ്പോഴും കപ്പലിൽ നിന്നും വലിയ തോതിൽ തീ കത്തുകയാണ്. കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായില്ല. കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ് കപ്പലും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. കണ്ടെയ്നറുകൾ കേരള തീരത്തണയുമെന്ന അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയത്. പ്രാഥമിക പരിഗണന നൽകുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് വിവിധ ടീമുകളുടെ സംയുക്ത യോഗം ചേരും. കാണാതായ കപ്പൽ ജീവനക്കാരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. സാജിദ്, സമുദ്രപ്രഹരി എന്നീ കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെ അഗ്നിശമന സേന രാത്രി മുഴുവൻ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തിരുന്നു. 2 ഡോണിയർ വിമാനങ്ങൾ ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ് കപ്പൽ കൂടി സാൽവേജ് മാസ്റ്ററുമായി രക്ഷാദൌത്യത്തിൽ പങ്കുചേരും. രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും അപകടത്തിൽപ്പെട്ട കപ്പലും ഒഴുകി നടക്കുന്ന കണ്ടെയ്നർ അടക്കമുള്ളവയും എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുമാണ് കമ്പനി സാൽവേജ് മാസ്റ്ററെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നാവികരുമായി മംഗലാപുരത്തേക്ക് പോയ INS സൂറത്തും INS സുലേജും കൂടി അപകട സ്ഥലത്തേക്ക് ഉടനെത്തും. ഇന്നിപ്പം ഷിപ്പ് സ്റ്റേബിളാണ്. ഷിപ്പിന് ഒരു ടിൽട്ടോ ഇൻക്ലിനേഷനോ ഒന്നും ഇല്ലായിരുന്നു ആസ് ഓൺ രാവിലെ വരെ എനിക്ക് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ട്. പക്ഷേ ഫയർ കൺട്രോളും അല്ല, ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഷിപ്പ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ ആസ് ഓഫ് നോ. 25ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടെന്നും അത് കടലിൽ നിന്ന് തന്നെ ഉയർത്തിയെടുത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ പറഞ്ഞു. സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീണു എന്ന് പറയപ്പെടുന്ന 25ഓളം കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കവറി ചെയ്യാനും അവർ ശ്രമിക്കും. കപ്പൽ നിലവിൽ നിയന്ത്രണത്തിലാണ്. കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനും കാണാതായ 4 പേരെ കണ്ടെത്താനുമാണ് രക്ഷാദൌത്യം നിർവഹിക്കുന്ന ടീം പ്രാഥമികമായി ശ്രമിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് വിവിധ ടീമുകളുടെ സംയുക്ത യോഗം ചേരും. മീഡിയ 1 കൊച്ചി.